തെരഞ്ഞെടുപ്പുകളിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ഏറെ ആവശ്യമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആഗസ്റ്റ് 12 വത്തിക്കാനിൽ വെച്ച് 4 സന്യാസ സമൂഹങ്ങളിലെ ചാപ്റ്റർ അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം അറിയിച്ചത്. ഡൊമിനിക്കൻ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് സിസ്റ്റേഴ്സ്, യേശുവിന്റെ തിരുഹൃദയ സൊസൈറ്റിയിലെ സന്യാസിനിമാർ, പ്രസന്റേഷൻ സഹോദരിമാർ, വൊക്കേഷനിസ്റ്റ് വൈദികർ എന്നീ സഭകളിൽ നിന്നുള്ള അംഗങ്ങളെയാണ് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പുകളിൽ ഓരോ സന്യാസ സഭയും തങ്ങളുടെ സഭാസ്ഥാപകന്റെ ആദർശം ഉയർത്തിപ്പിടിക്കണമെന്നും ലൗകിക മാനദണ്ഡമല്ല മറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമാണ് തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കേണ്ടതെന്നും പാപ്പ ഊന്നിപ്പറഞ്ഞു. വിവേചനം, പരിശീലനം, ഉപവിപ്രവർത്തനങ്ങൾ എന്നിങ്ങനെ 3 ആശയങ്ങൾ മുൻനിർത്തിയാണ് പാപ്പ സന്ദേശം നൽകിയത്. കാര്യങ്ങൾ വിവേചിച്ചറിയുക എന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൽ നിന്നുമായിരിക്കണമെന്നും പാപ്പ വ്യക്തമാക്കി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഏറെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പുതിയ രാഷ്ട്രപതി മസൂദ് പെസഷ്കിയനുമായി വത്തിക്കാനിൽ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പെരോളിൻ ഫോണിൽ ചർച്ചകൾ നടത്തി. യുദ്ധം രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ ആശങ്ക പ്രകടിപ്പിക്കാനും സമാധാനത്തിനും വേണ്ടി അഭ്യർത്ഥനകൾ നടത്തുന്നതിനും വേണ്ടിയായിരുന്നു ഈ സംഭാഷണം. ഇന്നലെ നടന്ന ചർച്ചകളെക്കുറിച്ച് വത്തിക്കാൻ മാധ്യമ വക്താവ് മത്തേയോ ബ്രൂണിയാണ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെതിരായി ഇറാൻ ആക്രമണം നടത്തുമെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിൽ ആണ് കർദിനാൾ സമാധാനാഭ്യർത്ഥനയുമായി ഫോൺ സംഭാഷണം നടത്തിയത്. ജൂലൈ 31 ടെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് വന്നതിനു പിന്നാലെയാണ് കർദിനാൾ സമാധാനത്തിനുള്ള ആഹ്വാനവുമായി മുൻപോട്ട് വന്നത്. കോങ്കോയിൽ ഇസ്ലാമിക തീവ്രവാദികൾ 30ലധികം ക്രൈസ്തവരെ കൊലപ്പെടുത്തി. റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഇസ്ലാമിക തീവ്രവാദ സഖ്യകക്ഷിയായ ഡെമോക്രാറ്റിക് ഫോഴ്സ് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ 30ലധികം ക്രൈസ്തവരെ കൊലപ്പെടുത്തി. ജൂലൈ 24 കോങ്കോയിലെ നോർത്ത് കിവുവിലെ ബെനി ടെറിട്ടറിയിലെ ബത്താംഗി എംബാവു പ്രദേശത്താണ് ശിരച്ഛേദം ചെയ്യപ്പെട്ട നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആക്രമണം പ്രദേശത്തെ പല കുടുംബങ്ങൾക്കും ഏൽപ്പിച്ചത് വലിയ വൈകാരിക ആഘാതമാണെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും നിരന്തരമായ ഭീഷണിയിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ മാനസിക ആഘാതത്തെ ബെനിയയിലെ ആംഗ്ലിക്കൻ ബിഷപ്പ് അറിയിച്ചു. നിക്കാരാഗ്വയിലെ ഏകാധിപതി ഡാനിയൽ ഒർട്ടേഗയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ കഴിഞ്ഞ 6 വർഷങ്ങളായി നടത്തിവരുന്ന ആസൂത്രിത അടിച്ചമർത്തൽ സമാനതകളില്ലാതെ തുടരുന്നു. ഏകാധിപത്യ ഭരണകൂടം അറസ്റ്റ് ചെയ്ത വൈദികരെ നാടുകടത്തുകയും അവർ റോമിലാണ് അഭയം തേടിയിരിക്കുന്നതും. കത്തോലിക്ക സഭയ്ക്ക് നേരെയുള്ള കനത്ത നടപടികൾ കൈക്കൊള്ളുന്ന നിക്കാരാഗ്വയിൽ അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ട 7 വൈദികരെ നാടുകടത്തുകയായിരുന്നു. ഫാദർ വിക്ടർ ഗോദൈ, ഫാദർ ഹൈറ പ്രവിയ, ഫാദർ സിൽവിയ റൊമാരോ, ഫാദർ എഡ്ഗാർ സ്കാസ, ഫാദർ ഹാർവിൻ തോറസ്, ഫാദർ ഉലീസസ് വേഗ, ഫാദർ മർലോൻ വെലസ്കസ് എന്നീ വൈദികരാണ് ഇപ്പോൾ റോമിൽ എത്തിയിരിക്കുന്നത്. നിക്കാരാഗ്വയിലെ ഏകാധിപത്യ സർക്കാർ കത്തോലിക്ക വൈദികരെ നാടുകടത്തുന്നത് ഇത് 5ാം തവണയാണ്. കേരളത്തിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ ഭീഷണി നിലനിൽക്കുമ്പോൾ പഴയ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭരണാധികാരികൾ നിസ്സംഗത വെടിയണമെന്നും സുർക്കി മിശ്രിതം കൊണ്ടുണ്ടാക്കിയ കർണാടകയിലെ തുംഗഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്ന വാർത്ത കേരളത്തിലെ ഭരണാധികാരിക്കുള്ള മുന്നറിയിപ്പാണെന്നും അറിയിച്ചു. അപകടം നടന്നിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരുകളല്ല, ജനങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്ന സർക്കാരുകളാണ് വേണ്ടതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിച്ചു. പുതിയ ഡാം നിർമ്മിക്കാൻ സർക്കാരുകൾ ഉടൻ നടപടിയെടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡയറക്ടർ റെവറന്റ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുട്ടി ഒഴുകയിൽ, അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ, ബെന്നി ആന്റണി, ജോർജ് കോയിക്കൽ, സിജോ ഇലന്തൂർ, സണ്ണി കടുത്താഴെ, കെ എം മത്തച്ചൻ, ജോയ്സ് മേരി ആന്റണി എന്നിവർ പ്രസംഗിച്ചു.